ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം കാഴ്ച പരിമിതർക്കായി ഡൽഹിയിൽ ആരംഭിച്ച വിദ്യാലയം അടച്ചുപൂട്ടൽ ഭീഷണിയിൽ 1939 ലഹോറിൽ ആരംഭിച്ച സ്ഥാപനം ഇന്ത്യ വിഭജനാനന്തരമാണ് ഡൽഹിയിലേക്ക് മാറ്റിയത്. സ്ഥാപനം അടച്ചുപൂട്ടാൻ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ഉത്തരവിട്ടതോടെ ആശങ്കയിലാണ് 80-ലധികം വിദ്യാർത്ഥികൾ. हसरत थी मेरे दिल में करूं उनका इंतजार वो सामने रहेंगे अगर जिंदगी रही. ഡൽഹി പഞ്ച്കുയാനിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി ബ്ലൈൻഡ് 1939 ലാഹോറിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം 1947 ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം ഡൽഹിയിലേക്ക് മാറി. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് അന്ന് സ്ഥാപനത്തിന് ഡൽഹിയിൽ സ്ഥലം അനുവദിച്ചത്. ബീഹാർ, UP തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി ഇന്ന് 80-ലധികം വിദ്യാർത്ഥികളുണ്ട് ഇവിടെ. वतन मेरा അംഗീകാരമില്ലെന്ന കാരണത്താൽ സ്ഥാപനം അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ്. ഭൂമിക്ക് രേഖകളില്ലാത്തതിനാൽ അംഗീകാരത്തിനായി നൽകിയ അപേക്ഷ നിരസിക്കപ്പെട്ടുവെന്ന് അധികൃതർ. पर वैसे ऐसा कुछ होना नहीं चाहिए जिस वजह से बच्चे एजुकेशन पे फर्क पड़ेगा, स्टाफ को घर चलाने में वो रहेगा, तो वैसे कुछ होना नहीं चाहिए. तो हम आपका भी सपोर्ट चाहते हैं, गवर्नमेंट को भी कहते हैं कि ये सब ना करें. കമ്പ്യൂട്ടറും സംഗീതവുമൊക്കെ പഠനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂളിൽ പഠനം തുടരാൻ അനുവദിക്കണമെന്ന് വിദ്യാർത്ഥികൾ. If the school will close, so many of the students will face problems. That's why school should not close. और मैं यही कहना चाहूँगा कि ऐसा होना नहीं चाहिए, क्योंकि यहाँ पे बच्चे बहुत दूर दूर से हैं और ऐसा होता है तो उनके लिए डिफिकल्टी बढ़ जाएगी. മഞ്ഞ ടൈൽ പാകിയ വരാന്തകളിലൂടെ അവർ കൈകോർത്തു നടക്കും. പരസ്പരം ആശ്രയിച്ചും പിന്തുണച്ചും വർഷങ്ങളുടെ സൗഹൃദം. ക്ലാസ്സിലേക്കുള്ള ഓരോ വഴിയും ഇന്നീ വിദ്യാർത്ഥികൾക്ക് മനപ്പാടമാണ്. दे रहा है मुझे कोई कह दे अगर यहाँ नहीं हूँ मैं. എന്നേക്കുമായി സ്കൂളിന് പൂട്ടുവീഴുന്നതോടെ എങ്ങോട്ടേക്ക് പോകുമെന്ന ആശങ്കയിലാണ് ഈ വിദ്യാർത്ഥികൾ. പ്രശ്നങ്ങൾ പരിഹരിച്ച് വീണ്ടും സ്കൂൾ പ്രവർത്തിക്കാൻ അനുമതി നൽകണമെന്നാണ് അപേക്ഷ. ഡൽഹിയിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദറിനൊപ്പം വിനീത VG 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.